ടോക്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് SM ടോക്സ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ എന്തിനാണ് എറ്റിക്കേറ്റ്സ് അല്ലെങ്കിൽ മര്യാദകളൊക്കെ കീപ്പ് ചെയ്യേണ്ടത് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ CV അയക്കാം. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്താണ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ലൈവ് ആക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ? അതായത് ഇന്റർവ്യൂ ടിക്കറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതില് എനിക്ക് സംശയമല്ല, ഞാനൊരു അറിയാൻ വേണ്ടി ചോദിക്കുന്നത്, ഒരു ഇന്റർവ്യൂവില് നമ്മള് എങ്ങനെ പോകണമെന്നൊക്കെ നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് വരെ നിങ്ങൾ കേൾക്കാത്തൊരു ചോദ്യമായിരിക്കും, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എപ്പോ എത്തണം? അതായത് ഒരു 10 മണിക്ക് ഇന്റർവ്യൂ ടൈം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്റർവ്യൂവിലെ കാൻഡിഡേറ്റ് എപ്പോഴാണ് ആ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ടിംഗ് ടൈം 15 minutes ബിഫോർ ആണ്. അതിന്റെ ഏറ്റവും ഈ പറഞ്ഞ വേർഡ് എറ്റിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു മര്യാദ എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം 15 മിനിറ്റ് നേരത്തെയാണ്. അതായത് അവര് ഇന്റർവ്യൂ ടൈം ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുള്ളത് ഒരു സമയമാണ് അവർ തരുന്നത്. 10 മണിക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അതിന് 15 മിനിറ്റ് മുൻപ് ഒരു ജോബ് സീക്കർ അവിടെ എത്തുക എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സീക്കറിനെ സംബന്ധിച്ച് അവർക്ക് ഫ്രഷപ്പ് ആവാൻ ഇപ്പൊ നമ്മുടെ എക്സാമിനടക്കം പരീക്ഷകൾ പോലും കൂൾ ഓഫ് ടൈം കൊടുക്കുന്നുണ്ട് പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്. അതുപോലെ തന്നെയാണ് ഒരു ഇന്റർവ്യൂ ഇസ് ഓൾസോ ലൈക്ക് എൻ എക്സാം അല്ലെ. അതായത് പഠന കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഒരു ഇന്റർവ്യൂ. അപ്പൊ അതിന് പോകുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ് നമ്മൾ ആ വെന്യൂവിൽ എത്തിയിട്ടുള്ള കൂൾ ഓഫ് ടൈം എപ്പോഴും വേണം. അത് ഒന്നാമത്തെ കാര്യം. ഈ കമ്പനി സൈഡ് അതൊരു ഇംപ്രഷനുമാണ്. കാരണം ഇവർ ഒരുപാട് നേരത്തെ എത്തുന്നവരുണ്ട്. അപ്പൊ ചിലരത് വലിയ ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ഞാൻ ഒരുപാട് നേരത്തെ എത്തി വെയിറ്റ് ചെയ്തു. പക്ഷെ അത് അവരൊരു വർക്കിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവിടെ 1 മണിക്കൂറോ അരമണിക്കൂറോ ചെന്ന് ഇരിക്കുന്നതും മര്യാദയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ബിഫോർ ആണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന് ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ പോലെ എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതായത് ഇന്റർവ്യൂവിന് പോകുന്ന ഒരു കാൻഡിഡേറ്റ് എങ്ങനെയായിരിക്കണം അവരുടെ ഡ്രസ് കോഡ്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് കോഡിന്റെ കാര്യത്തെ പറ്റി എനിക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു രൂപം ഉണ്ടായിരുന്നില്ല കുറെ കാലം. പിന്നെ അത് എങ്ങനെയാണ് എനിക്കത് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, നമ്മൾ നല്ലൊരു കോസ്റ്റ്യൂം ഇടുമ്പോ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നാണ് നമ്മുടെ ധാരണ അല്ലെ. നമ്മൾ നല്ലൊരു കോസ്റ്റ്യൂം ഉണ്ടാകുമ്പോ അവർക്ക് നമ്മളെ കുറിച്ച് തോന്നുന്ന നല്ലൊരു ഇംപ്രഷൻ അല്ലെ. അപ്പൊ നമ്മൾ ഡ്രസ് ഇടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ ഒരു ചിന്താഗതിയിൽ ഒരു തിരുത്തൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡ്രസ് ഇടാൻ തോന്നും. അതായത് നമ്മളിപ്പോ ഈവൻ ഒരു ഡയറക്റ്റ് മീറ്റിംഗ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരു സെയിൽസ് കോൾ ചെയ്യാൻ വേണ്ടിയിരിക്കുക. സെയിൽസ് കോൾ ചെയ്യുമ്പോൾ ഒരു കസ്റ്റമറെ നമ്മൾ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മളൊരു കാറിന്റെ ഉള്ളിൽ AC ഇട്ടിട്ട് വളരെ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫിറ്റ്നസോട് കൂടെ നല്ലൊരു ഡ്രസ്സിലാണ് നമ്മൾ ഇരിക്കണം എന്ന് വിചാരിക്കുക. ഒപ്പം തന്നെ നല്ലൊരു ഫ്രാഗ്രൻസ്, ഒരു സ്പ്രേ ഇട്ട് നിൽക്കുക. നമ്മൾ കോളാണ് ആക്ച്വലി ഈ പറയുന്ന കോള് കേൾക്കുന്ന വ്യക്തി നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മളുടെ ഈ ഒരു ഡ്രസ് കോഡിന്റെ കോൺഫിഡൻസും നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതിലൊരു സ്പെഷ്യൽ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളൊരു ഡ്രസ് കോഡ് യൂസ് ചെയ്യണം. നിങ്ങൾ ഡ്രസ് കോഡ് യൂസ് ചെയ്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് ആ ഇന്റർവ്യൂവിന് കാണാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഒരു കോൺഫിഡൻസിനെ കൂടെ അത് നല്ലപോലെ എഫക്ട് ചെയ്യുന്നുള്ളതാണ് കാര്യം. അപ്പൊ അവർക്ക് വേണ്ടിയല്ല നമ്മൾ നല്ല ഡ്രസ് ഇടുന്നത്, നമുക്കും കൂടി വേണ്ടിയിട്ടാണ്. നമ്മുടെ കോൺഫിഡൻസിനെ കൂടെ ഭയങ്കരമായിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതാണ് പുതിയൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒപ്പം തന്നെ അപ്പോഴാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ സമയത്തും നല്ല ഡ്രസ്സ് യൂസ് ചെയ്യണം എന്നുള്ള തോന്നൽ വരാൻ കാരണം എനിക്ക് വേണ്ടി ഞാൻ നല്ലോണം ഡ്രസ് ചെയ്യണം. അല്ലാണ്ട് എന്നെ കാണുന്ന ആൾക്ക് വേണ്ടി മാത്രമല്ല. മറ്റേ ചിന്താഗതി എന്നെ കാണുന്ന ആൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ ചില സമയത്ത് കാണാൻ ആളുണ്ടെങ്കിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുള്ളൂ, നന്നായി ഡ്രസ് ചെയ്യുള്ളൂ. പക്ഷെ അത് ചേഞ്ച് വരുത്താന്നുള്ളതാണ് ഒന്നാമത്തെ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്റർവ്യൂവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാന്നുള്ളത് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ലൈറ്റ് കളർ ഷർട്ട് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് കളർ പാന്റും, ഡാർക്ക് കളർ ഷർട്ട് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് കളർ പാന്റ്, ഇത് നേരെ ഓപ്പോസിറ്റ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഡ്രസ്സിങ്ങിന്റെ സെൻസ്. ഞാൻ ലാസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. സോ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾ ലൈറ്റ് കളർ ഷർട്ട്സോ ടീഷർട്ട്സ് പറ്റില്ല, ഷർട്ട്സ് യൂസ് ചെയ്തിട്ട് പാന്റ് വെച്ച് ഇൻസൈഡ് ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. നല്ല സ്പ്രേ യൂസ് ചെയ്യുക, പിന്നെ കയ്യിൽ കൃത്യമായിട്ടുള്ള വാച്ച് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡന്റ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ നല്ലോണം ഡ്രസ് ചെയ്യുന്നത് ഒരിക്കലും അവർക്ക് വേണ്ടിയില്ല, നമുക്ക് വേണ്ടിയെന്ന് ആലോചിച്ച് മാത്രം. യെസ്, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുന്ന പോലെ തന്നെ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ CV ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് സെക്ഷൻ ലൈവ് ആക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.